ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫ്രൈഡേ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു 1.25 കിലോ ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തപ്പോൾ നമുക്കൊരു 700-750 ഗ്രാം ചെമ്മീനെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഒരു 3 കപ്പ് ബിരിയാണി അരി, നിങ്ങൾ ഏത് അരിയാണോ സാധാരണ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി. എന്നിട്ട് ബിരിയാണി അരി 3 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക. എന്നിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ്, അതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്കായി, 2 ബേ ലീഫും ഇട്ടിട്ട് അതിനുശേഷം ഒരു ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ച അരിയില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയും കൂടെ ഒന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് തിളപ്പിച്ച വെള്ളവും 1 ടീസ്പൂൺ നാരങ്ങാനീരും ഉപ്പ് പറഞ്ഞാൽ നമ്മളെ വെള്ളത്തിൽ ഉപ്പിൻ്റെ രുചി ഒന്ന് മുന്തി നിൽക്കണം കേട്ടോ, എന്നാണ് നമ്മൾ അരിയിൽ പാകമായിട്ടുണ്ടാവുക. ഞാനിപ്പോൾ റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അതൊന്ന് ഊറ്റിയിടുന്നവരാണെങ്കിൽ വെള്ളം ഊറ്റിയിട്ടിട്ടാൽ മതി, അരി ഊറ്റിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഒരു ചട്ടിയുള്ള പാത്രത്തിലോട്ട് നമ്മൾ ബിരിയാണി വെക്കാൻ എടുക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഒരു സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് വേപ്പിനില നല്ലൊരു സ്മെല്ലാട്ടോ ഈ ബിരിയാണിക്ക്. ഇതെല്ലാം കൂട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ മസാല പരട്ടി വെച്ച് ചെമ്മീനില്ലേ അതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള ഒരു 4 മീഡിയം സൈസ് സവാള ചേർത്ത് നന്നായിട്ട് ഞാൻ ഇതിൻ്റെ കളർ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണല്ലോ, അതുകൊണ്ടാട്ടോ. എന്നിട്ടൊരു 4 പച്ചമുളക്, 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ഒരു 2 മീഡിയം തക്കാളി ചെറുതാക്കി കനം കുറച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടി, വേറെ പൊടികളൊന്നും നമ്മളിത് ചേർക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഗരം മസാല, അതായത് ബിരിയാണി മസാല ഞാൻ ചേർത്തത് കാണിച്ചത് കുറച്ച് വിട്ടുപോയി. ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഗരം മസാല, ബിരിയാണി മസാല അല്ലേ അത് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പിടി മല്ലിച്ചപ്പും ഒരു 1/4 പിടി പുതിനയില ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനും ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ആ ചെമ്മീൻ്റെ നീരൊക്കെ അതിലോട്ട് ഇറങ്ങി നല്ലൊരു ഫ്ലേവർ വെന്തതിന് ശേഷം നമ്മൾ റൈസില്ലേ, ഞാൻ റൈസ് കുക്കറിൽ നല്ല പാകത്തിൽ വന്ന് കിട്ടും റൈസ് കുക്കറിലായാലും. എന്നിട്ട് ആ റൈസ് അതിൻ്റെ മേലെ ഇട്ടിടുന്നത് വീഡിയോ കിട്ടിയിട്ടില്ല. എന്നിട്ട് ചോറെല്ലാം നന്നായിട്ട് നിരത്തി കൊടുത്ത് അതിൻ്റെ മേലെ ഒരു പിടി ചപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ ഇല്ലേ അതും, പിന്നെ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. RKG ഇല്ലേ അത് 1-2 ടേബിൾ സ്പൂൺ അതിൻ്റെ മുകളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ പെട്ടിട്ടില്ല. എന്നിട്ടൊരു മീഡിയം തീയിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അതിന് ശേഷം തുറന്നാൽ നല്ല തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഞാനിപ്പോൾ അത് ഒന്നായിട്ട് ഇളക്കുന്നില്ല, ഒരു സൈഡ് മാത്രം കുറച്ചെടുത്ത് ഇളക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി. പിന്നെ ഇതിൻ്റെ അടിയിൽ കാണുന്ന ചിക്കൻ ബിരിയാണി, ഇവിടെ ഉമ്മ മീൻ കൂട്ടാത്തതുകൊണ്ട് ഉമ്മാക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.